KSRTC ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം. വടകര സ്വദേശി സവാദ് വീണ്ടും അറസ്റ്റിൽ. ഞാനൊരു ഞെട്ടലോട് കേട്ടോ. കാര്യം ചികിത്സിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മാറ്റം വന്നിട്ടുണ്ടാവാം. അതിന് മാറ്റം വന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തെ അസുഖത്തിന് അടിമയാണ്. ഒന്ന് ഓർത്ത് നോക്കി, വീണ്ടും അദ്ദേഹം അറസ്റ്റിലായേക്കാണ്. ഇത് ഡീറ്റെയിൽ കാര്യം പറഞ്ഞാൽ ചിലർ അന്ന് ആ ഒരു സ്ത്രീ അത് വ്യക്തമായിട്ട് പറയാനും മോഹം കാണിക്കാനായി തയ്യാറായി. അപ്പോൾ അന്ന് ആ സ്ത്രീ പറ്റി പറഞ്ഞ് വൈറലാവുള്ള ശ്രമമാണ്, മറ്റാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, ഏതായാലും സംഭവം നടന്നു എന്നുള്ളത് അറിഞ്ഞാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജാമ്യവും പിന്നെ ഒരുപാട് ചർച്ചകളും. അന്നും ഞാനും ഇന്നും പറയുന്നു, അദ്ദേഹം ഒരു അസുഖത്തിന് അടിമയാണ്. ഇത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ സവാദിൻ്റെ സംഭവത്തിന് മുമ്പും പിമ്പും ഇതുപോലെ ഒരുപാട് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പലരും ഇതരം നഗ്നതാ പ്രദർശനം നടത്തുന്ന, അല്ലെങ്കിൽ സ്വയംഭോഗം അവിടെ നിന്ന് നടത്തുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ അവരെ ഇതുപോലത്തെ ചികിത്സയ്ക്ക് കൂടിയാണ് ചെയ്യുന്നത്. കാര്യം ഇത്തരം ആൾക്കാർ ചിലപ്പോൾ കല്യാണം കഴിച്ചവരാവാം, കല്യാണം കഴിക്കാത്തവരാവാം. അവരൊന്നും ഈ പറഞ്ഞ സെക്ഷൽ ജീവിതത്തിൽ വളരെ പരാജയമായിരിക്കും. അവർക്ക് ഒന്നിലും ദർശനം, ചിലർ ദർശനം കണ്ട് സൂഹിക്കുകയും അതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും, ചിലർ സ്പർശനം കൊണ്ട്, ഈ നമ്മൾ ജാക്കി വീരന്മാരെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് പലപ്പോഴും സ്ഥിരം ആൾക്കാർ തന്നെയാണ്. ഇവർ ഇതിൽ സുഖം കണ്ട് അവർ അടിച്ച് ഓടിച്ച് പോയി പിന്നെയും ഇത് തന്നെ ചെയ്യും. അവർക്ക് ഇതല്ലാതെ വേറൊരു സുഖം കണ്ടെത്താൻ അവരൊരു വല്ലാത്ത മാനസികമായിട്ട് പ്രശ്നമുള്ള. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. പാരഫിക് ഡിസോർഡർ എന്നാണ് അതിൻ്റെ മെയിനായിട്ടുള്ള പേര് പറയുന്നത്. കാര്യം ഇതിനെ നമുക്ക് ലൈംഗിക സുഖത്തിനോ മറ്റുള്ളവരെ ഞെട്ടിക്കാനോ, അല്ലെങ്കിൽ അവരങ്ങനെയാണ് പറയണ ഭാഷ, വേണ്ടി ആരെങ്കിലും മനഃപൂർവ്വം സ്വയം തുറന്നു കാട്ടുകയാണെങ്കിൽ ഇതിനെ പ്രദർശന രോഗം എന്നറിയപ്പെടുന്നത് ഒരു മാനസിക അവസ്ഥയായിരിക്കും. തീർച്ചയായും സമാധാനം ഇനി അറസ്റ്റ് ചെയ്തതിനപ്പുറത്തേക്ക് ഇനിയിപ്പം മാലയിടാൻ അസോസിയേഷൻ വരുമോ? അസോസിയേഷനോട് എനിക്ക് ആദ്യം പറയാനുള്ളത്, ഒരു പണി ചെയ്യുക, അദ്ദേഹത്തിന് വളരെ സ്നേഹപൂർവ്വം ആനയിക്കുക, അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ട് അദ്ദേഹത്തിനെ ചികിത്സിക്കാൻ വിടുക. ചികിത്സിച്ചിട്ട് അദ്ദേഹത്തെ രോഗമുക്തി കൊടുക്കുക. കാര്യം നല്ലൊരു സുന്ദരനായ ചെറുപ്പക്കാരൻ, ആദ്യം കാണാനും കൊള്ളാം, എല്ലാ രീതിയിലും കൊള്ളാവുന്ന, അദ്ദേഹം വിദ്യാഭ്യാസമുള്ള ഒരാൾ, അദ്ദേഹത്തിന് അസുഖത്തിന് അടിമയാണ്. അദ്ദേഹം ഇനിയും കാണിക്കും. അദ്ദേഹം ചിലപ്പോൾ വല്ലാത്ത ഡിപ്രഷന് ഇടയാവും, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരുപാട് ഒറ്റപ്പെടും. നമ്മൾ ഇതിനൊന്നും തയ്യാറല്ല. അപ്പോൾ ഈ മെൻസ് അസോസിയേഷൻ ചെയ്യേണ്ടത് ഇദ്ദേഹത്തെ വളരെ കൂളായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തിന് ഒരു ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അതുപോലത്തെ ആൾക്കാരെ കാണിച്ച് അദ്ദേഹത്തിന് സുഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്.